സാറേ ഞാൻ പിന്നെ ചോദിക്കുക, ഇവരെ ചൂരൽ വടിക്ക് തല്ലാൻ നിങ്ങൾക്ക് ആരും അധികാരം തന്നത്? ഞാൻ വീട്ടിൽ പോകില്ലെന്നുള്ള കാണിച്ചു തരാം. ഇവരെ ചൂരൽ വടിക്ക് റോഡിലിട്ട് തല്ലാൻ ഈ നിൽക്കുന്ന ഏമാനും ആരാണ് അധികാരം തന്നത്? താൻ പോടോ അവിടെ നിന്റെ താൻ പോടോ. എടാന്ന് വിളിച്ചാ എടാന്ന് തന്നെ തിരിച്ചു വിളിക്കും കേട്ടോ. ഇവരെ കള്ളുകൂടിയന്മാരെ പിടിച്ചുപറിക്കാർ ആരുമായിട്ട് നിങ്ങൾക്ക് പിടിച്ച് കസ്റ്റഡിയിൽ എടുത്തോണ്ട് പോകാം. ഇവരെ ചൂരൽ വടിക്ക് തരാനുള്ള അധികാരം നിങ്ങൾക്കാരാ തന്നത്? തനിക്കാരാ തന്നത്? ഈ ആറടിപ്പൊക്കമുള്ള ആൾക്കാരാ തന്നത്? ആരാണ് തന്നത്? മറുപടി പറഞ്ഞിട്ട് പോടോ. ചൂരൽ വടി വെച്ച് എന്റെ ദേഹത്ത് ഇങ്ങനെ തട്ടിയായിരുന്നല്ലോ, എന്താ കാര്യം ചോദിച്ചിട്ട് എന്നെ ഒന്ന് തല്ലിക്കേ, ഒന്ന് കാണട്ടെ. വഴി കിടക്കുന്നവ തല്ലും, ചോദിക്കാനും പറഞ്ഞ ആരും ഇല്ലാത്തതുകൊണ്ട്. ലിനുച്ചറിയാൻ സാറേ, നമുക്ക് കാണാം കേട്ടോ. ഇതിന്റെ ബാക്കി നമുക്ക് കോടതി കാണാം. പിന്നെ നമസ്കാരം. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്നാണ് തോന്നുന്നത്. കാര്യം എല്ലാ ഭാഗത്തു നിന്നും പോലീസിനെതിരായിക്കൊണ്ട് ഉദ്യോഗസ്ഥർക്കെതിരായിക്കൊണ്ടൊക്കെ ഭീകരമായ പരാതികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, എല്ലാ ദിവസങ്ങളിലും ഓരോ തരത്തിലുള്ള പരാതികൾ, കേസുകൾ അട്ടിമറിക്കുന്ന പ്രശ്നം, അന്വേഷിക്കാത്ത പ്രശ്നം, എങ്ങനെയാണ് ഒരു ഭരണകക്ഷിക്ക് വിധേയമായി പ്രവർത്തിക്കേണ്ടത് എന്ന ഉത്തമമായ മാതൃക അവരുടെ താല്പര്യത്തിന് മാത്രം എങ്ങനെ പ്രവർത്തിക്കാമെന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതിനിടയിലാണ് മറ്റു ചില വലിയ പ്രശ്നങ്ങൾ കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഒരു വാർത്തയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? പാർത്തൻ പറഞ്ഞത് ശരിയാണ്. പോലീസ് എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് അഴിഞ്ഞാടുന്ന രീതിയിലേക്ക് പോലീസ് സംവിധാനം മാറിയിരിക്കുന്നു. ഞാൻ കേരളത്തിലെ എല്ലാ പോലീസുകാരെയും പറയുന്നില്ല, പക്ഷെ കുറേ പോലീസുകാർ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. നിസ്സാരം ഒരു സംഭവം പറയാം. നമ്മൾ മാധ്യമപ്രവർത്തകരാണ്. പലപ്പോഴും പോലീസിനെതിരെ വാർത്തകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പോലീസിനെതിരെ അല്ല, മറ്റു വ്യക്തികൾക്കെതിരെ പലപ്പോഴും വാർത്തകൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ അടുത്ത സമയത്ത് ഞാനൊരു വാർത്ത ചെയ്തു, ഒരു ഗായികയ്ക്കെതിരെ. അപ്പോൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാനും എൻ്റെ 2 സഹപ്രവർത്തകരും കൂടിയാണ് പോയത്. ഇന്ന് തന്നെ നിങ്ങൾ എത്തണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് പല അഡ്വക്കേറ്റ്മാർ പറഞ്ഞു പോണ്ട, അത് നിയമത്തിൻ്റെ വഴിയെ പോട്ടെ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം, പോണ്ടാന്ന് പറഞ്ഞു. പക്ഷേ പോലീസല്ലേ വിളിച്ചത്, ഭയം കൊണ്ടല്ല പോയത്, എന്താ സംഭവം എന്നറിയാം എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു അസിസ്റ്റൻ്റ് കമ്മീഷണർ ജയകുമാർ എന്നാണ് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, ജയകുമാർ സി അതായിരുന്നു പേര്. അദ്ദേഹം കസേരയിലിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഓഫീസിലിരിക്കുന്നു. ഈ പറയുന്ന ഗായികയുടെ അനിയത്തിയും വരുന്നു. അവരോട് ഒരു പ്രത്യേക മമതയോടുകൂടി ഇദ്ദേഹം സംസാരിക്കുന്നു. സ്വാഭാവികമായിട്ട് അവർ സെലിബ്രിറ്റികളാണ്. അപ്പോൾ അവരോട് സംസാരിക്കുന്ന ഒരു രീതിയും പൊതുവേ പോലീസുകാർക്ക് മാധ്യമങ്ങളെ കണ്ണിൽ പിടിക്കില്ല എന്നുള്ള രീതി ഞങ്ങളോടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരോടും ഇരിക്കാൻ പറയുന്നു. അവരെ പോലീസിൻ്റെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെയർ, ഈ ഭാഗത്തേക്ക് അവരിയ്ക്കുന്നു, ഞങ്ങൾ ഈ ഭാഗത്തേക്ക് ഇരിക്കുന്നു. തെറ്റ് ചെയ്യാതെ പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ ഭയപ്പെട്ടാൽ മതി. അല്ലാതെ നമ്മൾ പോലീസിനെ കണ്ടാൽ ഭയപ്പെടേണ്ട പോലീസിനെ എന്നല്ല ആരെയും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ബ്രദർ പോലീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ ഒരു മിലിറ്ററിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. ഓഫീസറല്ല, മിലിറ്ററിയിൽ സാധാരണക്കാരനായി വർക്ക് ചെയ്ത ഒരാളാണ്. എൻ്റെ ബ്രദർ പട്ടാളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പോലീസുകാരുടെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ എന്താണ് എന്നറിയാം. അപ്പോൾ ഞാൻ സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിലേക്ക് ഈ ഓഫീസിലേക്ക് കയറിയപ്പോൾ എൻ്റെ 2 ഭാഗത്തുള്ള 2 സഹപ്രവർത്തകർ അവർ പോലീസിനെ കണ്ടപ്പോൾ സ്വാഭാവികമായും അവർ മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതി മറന്ന് അവരേറ്റവും എന്താ പറയുക, ഒരു സാധാരണക്കാരൻ, ഞങ്ങളെ ഇന്ന് തന്നെ തൂക്കിക്കൊല്ലരുത് എന്ന രീതിയിൽ സംസാരിക്കുന്ന ഇതിലേക്ക് പോയി. എൻ്റെ ഒരു സ്വഭാവ ഭാഷ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ഒരു ശരീരഭാഷ ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ തരത്തിലാണ് ഞാൻ ഏത് ഓഫീസിൽ ചെന്നാലും, ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഞാൻ ഏത് ഓഫീസിൽ പോയാലും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ധൈര്യത്തോടെ തന്നെയാണ് ഞാൻ എൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ വേറെ ഒന്നും ആ പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിച്ചിട്ടില്ല. എന്നോട് ആ വ്യക്തി ഒന്നും ചോദിച്ചിട്ടുമില്ല ഉദ്യോഗസ്ഥൻ. എൻ്റെ ഈ ഇരിപ്പ് കണ്ടിട്ട് ഇയാൾ എന്നോട് ചോദിക്കുകയാണ്, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, നിന്നെ പിടിച്ച് ഞാൻ ആ മൂലയ്ക്ക് നിർത്തട്ടെ, നിൻ്റെ ഈ മുഖത്തെ ഭാവമൊക്കെ അങ്ങ് മാറും. അപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത്, ഇനി ഞാൻ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്ന ഒരു സഹപ്രവർത്തക കാല് പിടിക്കുന്ന രീതി പോലെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇനി ഞാനായിട്ട് അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അല്ല ഞാൻ അങ്ങനെ ഇരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ
എന്തോ കുറ്റം ചെയ്ത രീതിയിലേക്ക് ഞാനങ്ങ് തരം താഴ്ന്നു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. പിന്നീട് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പോഴും അത് മാറിയിട്ടില്ല എന്നുള്ളതാണ്. ആ ഒരു എന്താ പറയുക, ദേഷ്യത്തിനപ്പുറം ഞാൻ എന്നെ തന്നെ, ഞാൻ എന്തിനാണ് എന്നോട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് എന്നോട് പറഞ്ഞത്, നിന്നെ പിടിച്ച് ആ മൂലയിൽ നിർത്താൻ വേണ്ടി ഉള്ള എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അല്ലെങ്കിൽ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇയാൾക്ക് എന്ത് അധികാരം? ഒരു വനിതാ പോലീസ് പോലും ഇല്ലാതെ എന്നെ പിടിച്ച് മൂലയ്ക്ക് നിർത്താൻ ഞാൻ കൈകെട്ടി ഇങ്ങനെ ഇരുന്നു എന്നുള്ളതാണ് അയാൾക്ക്. അതായത് അയാളുടെ ഒരു പഴയ പോലീസുകാരൻ്റെ മനസ്സാണെന്ന് തോന്നുന്നു. പോലീസിനെ കാണുമ്പോൾ പഞ്ചപുച്ഛമടക്കി നമ്മളിങ്ങനെ സാർ പറയൂ സാർ, സാർ പറയുന്നത് തന്നെയാണല്ലോ ശരി എന്ന് പറഞ്ഞ് നിൽക്കണം എന്നുള്ളൊരു പഴയ കുട്ടമ്പുള്ള പോലീസിൻ്റെ എന്താ പറയുക ചിന്തയിൽ നിന്ന് അയാളിപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക്. പിന്നീട് ഞാനതങ്ങ് വിട്ടു പോട്ടെ. പിന്നെ ഒന്നുകിൽ അയാളുടെ വിവരക്കേട്, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് പറഞ്ഞത്. അപ്പോൾ അതോട് അങ്ങനെയാണ് കേരളത്തിലെ പോലീസ്. പക്ഷേ നല്ല പോലീസുകാരുണ്ട്, നല്ലവരായ പോലീസുകാരുണ്ട്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോഴോ ഒരു കാര്യത്തിന് പോകുമ്പോഴോ, എനിക്കൊരു കേസുമായി ബന്ധപ്പെട്ട ഒരാൾ എൻ്റെ പേരിൽ ഒരു പരാതി, മാധ്യമരംഗത്ത് ഞാൻ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഒരു പരാതി എനിക്കെതിരെ ഒരു വാർത്ത ചെയ്തതിന് കൊടുത്തപ്പോൾ ചങ്ങനാശ്ശേരിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, പേരെനിക്ക് ഓർമ്മയിൽ അനൂപ് എന്നെന്തോ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട്, എനിക്ക് വാറണ്ട് എങ്ങാണ്ട് വന്ന് കിടക്കുന്ന ഒരു കേസായിരുന്നു അത്, നിങ്ങൾ ഇന്ന സമയത്ത് പോകണം, അത് അല്ലെങ്കിൽ നിങ്ങൾക്കത് പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞ് വളരെ മാന്യമായി സംസാരിച്ച്, അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഫർദർ കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ച് വളരെ മാന്യമായി വിളിച്ച് നമ്മളോട് സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട് എന്നുള്ളതാണ് മിക്ക പോലീസ് സ്റ്റേഷനുകളിലും. നമ്മൾ അവിടെ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ കല എന്ന് മാധ്യമ രംഗത്ത് പ്രവർത്തിച്ചത് കൊണ്ട് ആദ്യത്തെ എനിക്ക് ഒരനുഭവം ഉണ്ടായത് ഈ അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാർ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് മാത്രമാണ് ഇത്തരം ഒരു മോശം അനുഭവം എനിക്കുണ്ടായത്. പക്ഷെ ഞാൻ മാധ്യമ രംഗത്ത് തുടങ്ങിയതിന് ശേഷം പരിചയപ്പെട്ട എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വളരെ മാന്യമായാണ് എന്നോട് സംസാരിച്ചിട്ടുള്ളത്. ഇവിടെ പോലീസിനോടൊക്കെ വളരെ സ്നേഹം തോന്നിയ നിമിഷങ്ങളുണ്ട്. ഇവിടുത്തെ സംഭവം, വഴിയിൽ കിടന്നുറങ്ങുന്നവരെ ചില പോലീസ് കോൺസ്റ്റബിൾമാർക്ക്, മുതിർന്ന ഉദ്യോഗസ്ഥർക്കെന്ന് ഞാൻ പറയില്ല, ചിലർ കോൺസ്റ്റബിൾമാർ, അതായത് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറി 1-2 വർഷമേ ആയിട്ടുണ്ടാകുള്ളൂ, ഇവരുടെ ചോര അങ്ങ് തിളയ്ക്കും. ഇപ്പം തന്നെ ഞാൻ സമൂഹത്തെ അങ്ങ് നന്നാക്കി വെടിപ്പാക്കി കളയും. ഉന്നതന്മാരെ ഒന്നും തൊടില്ല. ഉന്നതന്മാർ എത്ര കട്ടാലും കൊള്ളയടിച്ചാലും അഴിമതി നടത്തിയാലും എത്ര കേസുകളിൽ പ്രതിയാണെങ്കിൽ അവൻ്റെയൊക്കെ മുമ്പ് ചെന്ന് ഓച്ചാനിച്ച് സാറേ സാറേ എന്ന് പറഞ്ഞ് ഇങ്ങനെ കയ്യം കെട്ടി നിൽക്കാനും അവനെയൊക്കെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കാനും മാത്രമേ ഈ പോലീസ് എന്ന് പറയുന്ന ഇവർക്കറിയൂ. സാധാരണക്കാരൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് താണ്ഡവമാണ്. അവനെ എന്ത് അധികാരമാണ് ഒരു ലാത്തി കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വഴിയിൽ കിടക്കുന്ന ഒരാളെ അടിക്കാൻ ഈ ലിനു ചെറിയാൻ എന്നാണ് ആ പേരിൽ പറയുന്നത്? ഈ പോലീസ് ഉദ്യോഗസ്ഥന് ആരാണ് അധികാരം കൊടുത്തത്? എന്ത് അധികാരമാണ്? ഒരു സാധാരണക്കാരൻ വഴിയിൽ കിടന്നുറങ്ങി, അല്ലെങ്കിൽ അവന് പോകാൻ മറ്റു സ്ഥലങ്ങൾ ഉണ്ടാകില്ല, അടിച്ചോട്ടിച്ചാൽ ഇവനെ ഈ വീടില്ലാതെ അനാഥരായ ആളുകൾ എവിടെ ചെന്ന് കിടക്കും? അപ്പൊ ഇവരെ അടിച്ചോട്ടിച്ചുകൊണ്ട് എന്താണ് ഇവർക്കുണ്ടാവുന്ന നേട്ടം എന്താണ്? പിന്നെ നാട്ടുകാരെ എടാ പോടാന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂ, നീ ആരാടാ? അതിൽ തിരിച്ചാ വ്യക്തി ചോദിക്കുന്നുണ്ട്, നീ ആരാടാ? എന്നെ എടാന്ന് വിളിച്ചാൽ എനിക്ക് നിന്നെ വിളിക്കാനുമുള്ള അധികാരമുണ്ട്. പോലീസ് എന്നും പറഞ്ഞിട്ട് എന്തും പിന്നെ കൊള്ളരുതായ്മയും ചെയ്താൽ നമ്മൾ ക്ഷമിച്ചു കൊടുക്കണം എന്നുള്ളതല്ല. അതായത് ഇവരെ നമ്മൾ ഭയക്കുന്നത് എപ്പോഴാണ്? നമുക്കെതിരെ ഇവർക്ക് ഒരിക്കലും നമ്മളെ പിന്നെ എന്താ പറയുക, നമ്മളെ കുരുക്കിയിടാൻ ഇവർക്ക് FIR ഒക്കെ തയ്യാറാക്കി വെക്കാൻ പറ്റും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഉണ്ടാതെ പോകാം എന്നുള്ള ഒരു രീതി ഉണ്ടാക്കുന്നത്. കാരണം FIRൽ ഇവർ എഴുതി വിടുന്നതനുസരിച്ചാണ് കോടതിയിൽ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ അത് തെളിയിക്കാൻ നമ്മൾ വർഷങ്ങളോളം കയറി ഇറങ്ങി നടക്കണം. ഈ ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് പലരും അത് എന്തോ ആയിക്കൊണ്ട് പോട്ടെ എന്ന് പറയും. അത് ഇവർ മുതലെടുപ്പാണ് ചെയ്യുന്നത്. ഇവിടെ സാധാരണക്കാരന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ എത്ര പോലീസുകാർ ശ്രമിക്കുന്നുണ്ട്? ഇവിടെ സാധാരണക്കാരന് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു PV അൻവർ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായി നാറ്റിച്ചപ്പോൾ പോലീസ് അസോസിയേഷൻ മുഴുവൻ ഇളകി PV അൻവറിനെതിരെ. അപ്പോൾ ഇവരിൽ ആരെങ്കിലും തൊട്ടാൽ ഇവർക്ക് നോക്കും, സാധാരണക്കാരനെ തൊട്ടാൽ ഇവർക്ക് നോവില്ലേ? സാധാരണക്കാരനെ എന്തും ചെയ്യാനും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് അഴീക്കൽ കടപ്പുറത്ത് ഒരു സംഭവം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടായിരുന്നു, സോഷ്യൽ മീഡിയയിൽ.
പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുറേ ആമ്പിള്ളേരെ അവർ കഞ്ചാവോ ലഹരി അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ നിയമപരമായി അവരെ കസ്റ്റഡിയിലെടുക്കണം, അവരെ രക്തം പരിശോധിക്കണം, അതിനുശേഷം ഫർദർ നടപടികൾ സ്വീകരിക്കണം. കയ്യിലിരിക്കുന്ന വടി കൊണ്ട് ചന്നം പിന്നം അടിക്കുകയാണ്. പിന്നെ അവിടെ കൂടി നിൽക്കുന്ന ആളുകൾ ഇടപെടുന്നു. ഒരു പെൺകുട്ടി അതിൽ ഒരു ചെക്കൻ അത് വീഡിയോ എടുക്കുമ്പോൾ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, പോലീസുകാരൻ കാണുകയാണെങ്കിൽ നിന്നെ ഉപദ്രവിക്കും, നിന്നെ അടിക്കും, നീ വീഡിയോ എടുക്കരുത് ഭയത്തോടെ ആ പെൺകുട്ടി പറയുന്നത് ആ വീഡിയോയിൽ കേൾക്കാം. അപ്പോൾ എന്താണ് ഇവർ വിചാരിച്ചു വെച്ചേക്കുന്നത്? ഒരു യൂണിഫോം, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്. ശിക്ഷ എന്ന് പറയുന്നത് നിങ്ങൾ ആളുകളുടെ നെഞ്ചത്ത് കയറി മേയുന്ന രീതിയിലല്ല. നിങ്ങൾക്കത് കോടതിയിൽ സമർപ്പിക്കാം, കോടതി തീരുമാനിക്കും പ്രതി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിങ്ങൾ തന്നെയാണ് നിയമപാലകരും നിയമം ശിക്ഷ വിധിക്കുന്നവരും ജഡ്ജിമാരും ഒക്കെ പോലീസായി മാറുന്ന ഒരു കാഴ്ചപ്പാട്. ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷമാണ് പോലീസ് ഇത്രത്തോളം അഴിഞ്ഞാട്ടം നടത്തുന്നതെന്ന് പറയാതിരിക്കാൻ വരിക. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ ഇവിടെ വന്നത്. അന്നും പോലീസിൻ്റെതായ രീതിയിൽ പ്രവർത്തിച്ച സമയമായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത്. EK നയനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പോലീസിനെ കൊണ്ട് ഇത്രയും ബുദ്ധിമുട്ട് ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആളുകളെ കണ്ടാൽ അവരുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഊഞ്ഞാലാടുന്ന തരത്തിലേക്കാണ് ഇപ്പൊ കേരളം. നമ്മളൊരു വാർത്ത ചെയ്താൽ ഇനി നമ്മളെ നോക്കി വെക്കും. അതെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തലയൊക്കെ നല്ല ആഭ്യന്തരമന്ത്രിമാരായിരുന്നു. അവരൊക്കെ ഇരുന്ന സമയത്ത് ഇങ്ങനെ പോലീസിനെ അഴിഞ്ഞാടാൻ വിട്ടിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും. എന്തായാലും അർജുൻ സി പവനൻ എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരു വ്യക്തിയാണ് ഇത് കൃത്യമായി ധൈര്യത്തോടു കൂടി ഈ വീഡിയോ എടുത്ത് പുറത്തു വിട്ടിട്ടുള്ളത്. അവിടെ കിടന്നുറങ്ങി, അത് കടത്തിണ്ണയിൽ കിടന്നുറങ്ങിയിരുന്ന ഒരു കാഴ്ച പരിമിതന് പോലും അടി കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ പാവപ്പെട്ട ആളുകളുടെ മേലേക്ക് കുതിര കയറാൻ ഏത് അവകാശത്തിൻ്റെ പുറത്ത്, ഏത് വകുപ്പിൻ്റെ പുറത്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളതാണ്. കൃത്യമായി ഇതിനെതിരെ നടപടി ഉണ്ടാവില്ല. കാരണം എന്താണെന്നറിയോ? നടപടി ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ത് തെറ്റ് ചെയ്താലും നടപടി ഉണ്ടാവില്ല. അഴിച്ചു വിട്ടൊരു കുതിരയെ പോലെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പും അതിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തോന്നിയ പോലെ ചെയ്യാം. ആരും ഒന്നും ചോദിക്കാനില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എല്ലാവരെയും പ്രീതിപ്പെടുത്തുക. നിങ്ങൾ എന്താ ചെയ്തോ, എൻ്റെ കാര്യങ്ങൾ ചെയ്തു തന്നാൽ മതി എന്ന നിലപാട് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, എനിക്ക് തോന്നുന്നു ഷൗക്കത്ത് അലിയും സൈമണയും യതീഷ് ചന്ദ്രയെ പോലെയുള്ള നല്ല ഉദ്യോഗസ്ഥരുണ്ട്. ഇനിയും നല്ല കോൺസ്റ്റബിൾമാരായിട്ടുള്ള നല്ല ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പോൾ എൻ്റെ ബ്രദറൊക്കെ പോലീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ബ്രദറൊക്കെ നല്ല ഉദ്യോഗസ്ഥരെന്നേ ഞാൻ പറയുള്ളൂ പോലീസിനുള്ളിൽ. സാധാരണക്കാരൻ്റെ കണ്ണുനീര് മനസ്സിലാക്കാൻ പറ്റുന്ന, സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുത്ത് നല്ല രീതിയിൽ ജോലി എന്ന് പറയുന്നത് പണത്തിന് വേണ്ടി മാത്രമല്ല, ജോലി എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയാണ് ഞാൻ അധ്വാനിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു ഭാഗമാണ് ഞാൻ എന്ന് ചിന്തിച്ചു പോകുന്ന ആളാണ് എൻ്റെ സഹോദരൻ. എനിക്കറിയാം പോലീസ്, എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ ഭർത്താവും പോലീസ് CI ആയിരുന്നു. അപ്പോൾ നമുക്കറിയാം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പലതും ഇവരൊക്കെ ഫാമിലിയിലുള്ള പലരും പോലീസ് ആയതുകൊണ്ട് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ പോലീസിൻ്റെ ഈ അഴിഞ്ഞാട്ടം ഇങ്ങനെ തുടർന്നാൽ ജനങ്ങൾ ഒന്നടക്കം ഇന്നിടാന്ന് വിളിച്ചവർ നാളെ അതിലും പലതും വിളിക്കേണ്ടി വരും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക.